ഓക്കെ, ഇത് മിനിമൈസ് ചെയ്തോളേ. മിനിമൈസ് ചെയ്തിട്ട് പഠിപ്പിക്കുക. കാർട്ടൂൺ കാണും. കാർട്ടൂൺ തരട്ടെ. ഞാൻ കാർട്ടൂണൊന്നും കൊടുക്കാറില്ല. മൊബൈലിൽ കൊടുക്കാറില്ല. ഇല്ല ഇവിടെ. അതറിഞ്ഞു കൂടെ. ഇല്ല. അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ ബിൻസി, ബാക്കിയുള്ള മൊബൈലിൽ നിന്ന് ലെഫ്റ്റ് ആകാം കേട്ടോ. ഇത് മാത്രം മതി, കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന മാത്രം മതി. ഇതിപ്പോ മൊബൈലിലാണ് സാർ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ശരി. ഓക്കെ. നടക്കട്ടെ. ഇത്ര നേരം പറഞ്ഞില്ലേ, കോഴ്സ് സ്റ്റുഡൻസിന് ഫീസ് അടയ്ക്കുന്നത്, ഫീ ലിസ്റ്റ്, ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇനി പുതിയതായിട്ടൊരു ബാച്ച് കൊടുത്ത് അതിൽ അഡ്മിഷൻ കൊടുക്കുന്നത് ഫീ ലിസ്റ്റ് എല്ലാം അടയ്ക്കുന്നത് നോക്കിയിട്ടൊരു സാർ ഒരു ബാച്ച് എൻ്റർ ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ സാർ? ഒരു കുട്ടിയെ ഡിലീറ്റ് ചെയ്യാമല്ലോ. നമ്മൾ ആരെയൊക്കെയാണ് എൻട്രി വരുത്തുന്ന ആളിനെ ഡിലീറ്റ് ചെയ്യാമല്ലോ. അല്ല, ഒരു കോഴ്സ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ സാർ? അല്ല, നിങ്ങളൊരു കോഴ്സ് നിങ്ങൾ കൊടുക്കൂ ആദ്യം, എന്നിട്ട് അതിലേ കൊടുക്കൂ. എന്നിട്ട് ആ ബാച്ചോ നമ്മൾ ഇൻഡിവിജ്വലി അത് ഡിലീറ്റ് ചെയ്യാമല്ലോ. ഒരു ബാച്ച് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടേ. അപ്പോൾ LDC മെയിൻസ് ക്രാഷ് ബാച്ച് 2021 എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഒരു 10 പേരെയൊക്കെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ ആഡ് ചെയ്യുക. അതാണ്. അത് ഓരോരുത്തരെയും കൊണ്ട് ചെയ്യിക്കുക. ശരി. അപ്പോൾ ആദ്യം നമുക്കിതിൽ ഇപ്പോൾ സാറ് പറഞ്ഞ LDC മെയിൻസ് പറഞ്ഞൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം കോഴ്സ് എടുത്തിട്ട് പറഞ്ഞ ഈ കാര്യം ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ കോഴ്സ് എടുത്തിട്ട് കോഴ്സിൻ്റെ പേരെന്താണ് സാർ പറഞ്ഞതെന്ന് അറിയാമോ? LDC മീൻസ് ക്രാഷ് 2021 അല്ലേ? പുതിയതായിട്ട് ഒരു കോഴ്സ് എൻട്രി ചെയ്യാനായിട്ട് കോഴ്സസിൽ എൻട്രി വെച്ച് കോഴ്സിൻ്റെ റൈറ്റിൽ ഒരു പ്ലസ് കിടക്കുന്നതാണ്. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വേറെ നെറ്റ് വരും. അതിൽ ലാസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് LDC മെയിൻ ക്രാഷ് കോഴ്സ് എന്നത് എവിടെ വരും? അവിടെ തലക്കയറ്റം താഴെ വരും. LDC മെയിൻ മീൻസ് ക്രാഷ് കോഴ്സ് അല്ലേ? ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് അതിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ ഈ കോഡ് വരില്ലേ, ക്രാഷ് കോഡ് നമുക്ക് ഇവിടെ ഇങ്ങനെ കോഡ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് LDC ക്രാഷ് 2021 ഒക്ടോബർ നോട്ട്. അത് ഒക്ടോബർ 2021. ഇവിടെ ഫുൾ നെയിം കൊടുക്കണ്ടെന്നാണോ? അപ്പോൾ അവിടെ ഫുൾ നെയിം കൊടുക്കണം. ഇത് കോഡായിട്ട് വരില്ലേ നമുക്ക് ഫീസ് നേരത്തെ ഇവിടെ ഈ കോഴ്സിൻ്റെ കോഡായിട്ട് വരുന്ന അതിനാണ് ഇത് ഓർമ്മിച്ചാൽ ഒക്ടോബർ 2021 നടക്കും. ഇവിടെ വേണ്ട കേട്ടോ, 2021. അവിടെ സേവ് കൊടുത്തു. ഇവിടെ LDC ക്രാഷ് എന്ന് കൊടുത്തത് അവിടെ ഒക്ടോബർ 2021. അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാനാണ്. ലാസ്റ്റ് ഡേറ്റ് വെച്ചല്ലേ പിടിക്കണം ഓരോ ബേസിലെയും. അറ്റൊക്കെ വന്നോടെ ശരിക്കും വിളിച്ചിരുന്നു 2021.
സേവ് കൊടുത്ത് കോഴ്സ് സേവ് സക്സസ്. പുതിയതായിട്ടൊരു പുതിയതായിട്ടൊരു കോഴ്സ് സേവ് ചെയ്ത് ഇനി ഈ കോഴ്സ് ഇവിടെ നമ്മൾ ആ കോഴ്സ് എടുക്കണം. ഇപ്പൊ നമ്മൾ സേവ് ചെയ്ത ഇതില്ലേ കോഴ്സില്ലേ അതിന് ഇവിടെ നിന്ന് എടുക്കണം. ഈ കോഴ്സസ് എൻട്രി എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടത്തില്ലേ പെട്ടെന്ന്? ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ വെച്ചിട്ട് പറ്റത്തില്ല. സെലക്ഷൻ LDC മെയിൻസ് ക്രാഷ് കോഴ്സ് 2021. ഡ്യൂറേഷൻ ക്രാഷ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. എത്ര മന്ത്സാണ്? 1 month. അപ്പോൾ 1 month 1 കൊടുക്കും. ഇത് നമ്പറിലേക്കാണ് പോകുന്നത്. ഇനി കമൻസ് പോകണമെന്നുള്ളവർക്ക് ഡേറ്റ് കൊടുക്കണം 19. എൻസ് പോകണം പറയുമ്പോഴത്തേക്ക് നമ്മൾ 1 മാസമല്ലേ കൊടുത്തിരിക്കുന്നത്. 2021 തന്നെ അല്ലേ? 2021 18 തീരെ. ട്യൂഷൻ ഫീ എത്രയാണ്? ട്യൂഷൻ ഫീ എന്നുള്ളത് നമുക്കിപ്പോൾ 2000 ഉള്ള അത് കൊടുക്കണം. അത് ഫുൾ അഡ്വാൻസ് ആണ്. അപ്പോൾ അത് ഫുൾ അഡ്വാൻസും ഫുള്ളതാണെന്ന് കൊടുക്കണം. ഇത് ഇത്രയും കൊടുത്തിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഇല്ലല്ലോ. അപ്പോൾ സേവ് കൊടുത്തു. ഇത് മനസ്സിലായോ? ആദ്യം കോഴ്സ് എടുത്ത് പ്ലസ്സിൽ നമ്മൾ ആ കോഴ്സിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് സേവ് ചെയ്യും. അതിനുശേഷം കോഴ്സിൽ വന്ന് അത് സെലക്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ ഡ്യൂറേഷൻ എന്ന് തുടങ്ങുന്നു എന്ന് തീരുന്നു, ഫീസ് എങ്ങനെയാണ്, ടോട്ടൽ ഫീസ് എത്ര, അഡ്വാൻസ് എത്ര എല്ലാം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റ് കൊടുക്കണം. അപ്പോൾ LDCക്കുള്ള ഏതെങ്കിലും സബ്ജക്റ്റുകൾ കൊടുക്കാം. ജനറൽ നോളജ് ഇതിൽ നമ്മൾ 2-3 കൊടുത്താലും അതങ്ങ് സേവ് ആയിക്കോളും. ഏതെങ്കിലും 2 കൊടുത്തിട്ട് കോഴ്സ് സേവ് സക്സസ്. ഇവിടെ ഒരു കോഴ്സ് വന്നു. ഇനി നമ്മൾ അഡ്മിഷൻ കൊടുക്കുമ്പോഴത്തേക്കും പുതിയതായിട്ട് വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും ഇത് എടുത്താണ് അഡ്മിഷൻ കൊടുക്കാനുള്ളത്. ഇനി ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വന്നിരിക്കുന്നത് ആദ്യം വന്നതും 2-3 ഫോർമർ സ്റ്റുഡൻസ് ആണെങ്കിൽ സെർച്ച് എടുത്തിട്ട് അവരുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 പേര് നിങ്ങളാരെങ്കിലും ചെയ്താൽ മതി. അത് ഞാൻ തന്നെ ചെയ്യണോ? പറഞ്ഞാൽ ഒരു പേര് കൊടുക്കാം. അപ്പോൾ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യും. ഫോർമർ സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മൾ പേര് സെർച്ച് ചെയ്തപ്പോൾ ഇത്രയും ആര്യമാർ ഇവിടെ ഉണ്ട്. ഇത്രയും ആര്യമാർ ഇതിലുള്ളതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആര്യയെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ല, അപ്പം വരുന്ന കുട്ടിയുടെ അടുത്ത് നമ്മൾ അയാളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് തരുമല്ലോ. അത് വെച്ച് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഫോം കിട്ടുമല്ലോ. ഇതിൽ ആദ്യം പേര് വെച്ച് ടൈപ്പ് ചെയ്ത് നോക്കും. പേര് വെച്ച് ടൈപ്പ് ചെയ്തപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ മൊബൈൽ നമ്പറാണ്. ആ മൊബൈൽ നമ്പർ വെച്ച് ടൈപ്പ് ചെയ്യും. ഇനി ചിലർ മൊബൈൽ നമ്പർ വെച്ച് ടൈപ്പ് ചെയ്താലും കിട്ടുക ഇവിടെ തന്നെ മൊബൈൽ നമ്പർ ആയിരിക്കില്ല ഇപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അഡ്രസ്സ് വല്ലതും ഉണ്ടാകുന്ന നോക്കിയിട്ട് അത് വെച്ച് കൊടുത്തിട്ട് നോക്കും. അങ്ങനെ ഒരു ആര്യ കിട്ടി. നമ്മളൊരു ആര്യ എടുത്ത് ഇതിപ്പോൾ ആര്യ MS തന്നെയാണ്. ആര്യ MS വന്നു. ഇനി ആര്യയ്ക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കാൻ പോകുന്നത് ആര്യയ്ക്ക് അഡ്മിഷൻ കൊടുക്കാൻ പോകുമ്പോൾ ആദ്യം കോഴ്സ് സെലക്ട് ചെയ്യണം. കോഴ്സ് സെലക്ട് ചെയ്യാൻ നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് കോഴ്സ് എടുത്ത് ക്ലിക്കാവാത്തതാണ്. വരാത്തത് നെറ്റങ്ങനെ ഇല്ലാതിരിക്കുകയാണ്. വരുമ്പോൾ നെറ്റ് കട്ടാവില്ലേ?
ഇത് സെർച്ചിനുള്ള ലിസ്റ്റ് മാത്രമല്ല, സെർച്ചിങ് മാത്രമല്ലേ അത് പറ്റുള്ളൂ. സെർച്ച് ചെയ്ത് കിട്ടുന്ന ആളിനെ നമ്മൾ പുതിയ ഇതിനകത്ത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തേ ചെയ്യാവൂ. ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്ത് കളയരുത്. ഇത് ഇവിടെ നേരത്തെ സെർച്ചാണ്. ഈ സെർച്ച് എടുത്തപ്പോൾ വന്നതാണ് ഇത്. ഇങ്ങനൊരു ഭാഗം ഇതിലില്ലായിരുന്നു. ഇതിനോട് ആര്യെന്ന് പേര് കൊടുത്ത് സെർച്ച് കൊടുത്തോട്ട് വന്നതാണ്. അതിൻ്റെ റിസൾട്ടാണ് ഈ കിടക്കുന്നത്. ഇതിലോട്ട് കുത്തിയിരിക്കാം. അതിൽ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കാണാൻ വയ്യ. ഒന്ന് വെട്ടം വെച്ച് തിരിച്ചു ലാസ്റ്റ് ഇവിടെ സ്ക്രോൾ ചെയ്യാനൊക്കെ അറിയാലോ അതൊക്കെ നോക്കിയിട്ട്. നെറ്റ്വർക്കിന്റെ സിമ്പല് പോയി കിടക്കില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഗ്ലോബ് കണക്കില്ല. അതിന് നോക്കിയില്ല. ഇത് സ്വിച്ച് ഓഫ് ഓണാവില്ലേ? ഏതാണ് ഇതിൽ രണ്ടുള്ള ഏതെങ്കിലും? അല്ല, അതല്ല, ഇത് ഓണായിട്ട് വെക്കും.
ഞാനിപ്പോ പരാതിയിൽ ഇത് എടുത്തത് ഇതിപ്പോ ഏതാണെന്ന് മനസ്സിലായോ? ന്യൂ സ്റ്റുഡന്റിന് ഫോർമൽ സ്റ്റുഡന്റിന് കൊടുക്കാനായിട്ട് സ്റ്റുഡൻസ് എടുത്ത് സെർച്ച് കൊടുത്തപ്പോൾ വന്ന വിൻഡോയാണ് ഇത്. ഇനി അതിന് ഒരു പേര് കൊടുക്കും. ഒരു പേര് ടൈപ്പ് ചെയ്യും. ഇത് ആര് വിളിക്കുന്നത്? ഒരു സ്റ്റുഡൻറ്റ് വന്നു, ഫോർമൽ സ്റ്റുഡൻ്റ് ആണ്. അതിന് നമ്മളിപ്പോൾ കൊടുത്ത LDC മെയിൻസിലേക്കുള്ള അഡ്മിഷൻ കൊടുക്കാനായിട്ട് സ്റ്റുഡൻസ് എടുത്ത് സെർച്ച് എടുത്ത് അതിൽ പേര് ടൈപ്പ് ചെയ്യും. പേര് ടൈപ്പ് ചെയ്യും. അശ്വതി പേര് സെർച്ച് ചെയ്യും. അപ്പോൾ കുറേ അശ്വതികൾ വരും. അതിലിപ്പോൾ ഏതെങ്കിലും ഒരു അശ്വതി നമ്മൾ ഫോൺ നമ്പരൊക്കെ കറക്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ഈ അശ്വതിയാണെന്ന് കണ്ട് കണ്ട ഫോൺ നമ്പർ ഇല്ലാത്തവരും കിടക്കുന്നതുണ്ടാകും. അപ്പോൾ നമ്മൾ അശ്വതി എന്നുള്ള ഈ കുട്ടിയെ തന്നെ നമ്മൾ അതാണെന്നുള്ളത് അതായത് എടുത്ത് ആ അശ്വതി ആണെന്നുള്ളത് എടുത്ത് അതിന് നമ്മൾ അഡ്മിഷൻ കൊടുക്കാതെ ഈ കോഴ്സ് ഉണ്ടാകും. ഇവിടെ വന്നിട്ട് ആ കോഴ്സ് എടുക്കും. ഇതെന്താ വരാത്തത്? ഇവിടെ വെച്ചാൽ നേരത്തെ ചെക്കായത്. നോ ഇന്റർനെറ്റ് കണക്ഷൻ അതിവിടെ ഇങ്ങനെ എപ്പോഴും കാണിക്കില്ല. ഇത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കില്ല. നേരത്തെ ഇവിടെ ഒരു നേരത്തപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ വന്നതല്ലായിരുന്നു. നേരത്തെ ഒരു പേരിട്ടൂടെ പ്രോസസ് വന്നായിരുന്നു. അപ്പൊ അത് ഡേറ്റ് വന്നല്ലോ. കൊടുത്തില്ലായിരുന്നോ? നമ്മളിപ്പോ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തില്ലേ? സേവ് ചെയ്തതല്ല. എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒന്ന് വരണ്ടേ? ആ വിൻഡോയെ ഓപ്പൺ ആവുന്നില്ലല്ലോ. വേറൊരു പേര് എടുത്തോക്കാം. ഇതാണ് കണ്ട് ഇവിടെ ന്യൂ കൊടുക്കണേ.
കണ്ടോ? ഫോർമർ സ്റ്റുഡൻറ്റിൽ എടുത്തിട്ട് അതിന് പുതിയതായിട്ട് അഡ്മിഷൻ കൊടുക്കാനായിട്ട് ലാസ്റ്റ് കാണുന്ന വിൻഡോയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അവിടെ ഒരു ന്യൂ ഉണ്ട്. ആ ന്യൂവിൽ ക്ലിക്ക് ചെയ്യണം ആദ്യം. അതിൽ ന്യൂവിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഇത് വരും, കൈയുടെ അടയാളം വന്നത്. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിനുശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട വന്ന് അതിൽ ഏറ്റവും ലാസ്റ്റ് നമ്മളിപ്പോൾ കൊടുത്ത കോഴ്സ് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വന്നത്. LDC ക്രാഷ് ഒക്ടോബർ 2000. നമ്മളിവിടെ അവിടെ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഓർമ്മയില്ലേ? ആ കോഡ് ഇവിടെയാണ് വരുന്നത്. LDC ക്രാഷ് ഒക്ടോബർ 2021. അപ്പൊ നമ്മൾ ഏത് കോഴ്സ് നെയിമാണ് കൊടുക്കുന്നത് അതിന്റെ കോഡാണ് ഓർത്ത് വരുന്നത്. അത് എഴുതി വെച്ച് സേവ് ചെയ്യുമ്പോൾ കോഴ്സ് നമ്മൾ ചെയ്യൂലേ, കോഴ്സ് എൻ്റർ ചെയ്ത് കോഡ് എല്ലാം കൊടുക്കുമ്പോൾ അതെല്ലാം എഴുതി വെച്ചിരുന്ന ഈ സമയത്ത് എളുപ്പമായിരിക്കും. അതിനുശേഷം ബാച്ച് ബ്ലാങ്കായ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ബാച്ച് കൊടുത്തിട്ടില്ല. ഇനി കോഴ്സ് എടുത്തിട്ട് ബാച്ച് എടുക്കാം. ഇവിടെ നിന്ന് ആ കോഴ്സ് സെലക്ട് ചെയ്യണം. ആദ്യം കോഴ്സ് എടുത്തിട്ട് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതിന് ശേഷം ഫീസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ കൊടുക്കുന്ന കോഴ്സ് നമ്മൾ കൊടുത്തല്ലേ? നേരത്തെ ഇവിടെ കൊടുത്ത നേരത്തെ കൊടുത്ത ഇതുണ്ടല്ലോ, കോഡ് ഇവിടെ വരും. LDC ക്രാഷ് ഒക്ടോബർ 2021. അത് സെലക്ട് ചെയ്യും. അതിനുശേഷം ബാച്ച് എന്നുള്ളത് ഏത് ബാച്ചാണ്? റെഗുലർ ബാച്ച് അല്ലേ? റെഗുലർ ബാച്ച്. ഏതൊക്കെ ദിവസമാണ് ക്ലാസ് ഉള്ളത്? മൺഡേ ടു ഫ്രൈഡേ ആണ്. അപ്പോൾ അതെല്ലാം ടിക്ക് ചെയ്യാം. മൺഡേ ടു ഫ്രൈഡേ. സമയം എത്രയാണെന്നുള്ളത് 10 മണി മുതൽ 2 മണി. 10 ടൈപ്പ് ചെയ്തു. 10 മണി മുതൽ 2 മണി വരെ. PM 2 PM 10 AM തൊട്ട് 2 PM വരെയാണ് ക്ലാസ്. സേവ് ചെയ്യണം. ബാച്ച് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്. ഇവിടെ ബാച്ച്. ഇനി നമുക്ക് കോഴ്സ് ആയിട്ടുണ്ട്. കോഴ്സ് എൻ്റർ ചെയ്ത് ആ കോഴ്സിൻ്റെ ഒരു ബാച്ചും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റുഡൻസ് എടുത്ത് സെർച്ചിൽ പേര് ടൈപ്പ് ചെയ്യും. പുതിയ ബാച്ചിൽ നമ്മൾ ആരെയും ആഡ് ചെയ്തില്ലല്ലോ. പുതിയ ബാച്ചിൽ അഡ്മിഷൻ കൊടുക്കുന്നതാണ്. പുതിയൊരു ബാച്ച് എൻ്റർ ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതെങ്ങനെ വരും? നമ്മൾ ഫോർമർ സ്റ്റുഡൻറ്റിനാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. വേറൊരു പേര് ടൈപ്പ് ചെയ്താണ്. അതിൽ നമ്മൾ ഫോർമർ സ്റ്റുഡൻറ്റിനെ എടുത്ത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. നേരത്തെ വെച്ച് ഓർത്ത് വെച്ചാൽ നേരെ ഇവിടെ വന്ന് കോഴ്സിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടില്ല. മോഡിഫൈയിൽ ന്യൂ കൊടുക്കണം. ന്യൂ കൊടുത്തിട്ട് പിന്നെ കോഴ്സ് സെലക്ട് ചെയ്യണം. കോഴ്സ് സെലക്ട് ചെയ്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ ഇപ്പോൾ പുതിയതായിട്ട് എൻ്റർ ചെയ്ത കോഴ്സ് ഏറ്റവും ലാസ്റ്റ് ഒന്നും കിടക്കില്ല. അത് കഴിഞ്ഞിട്ട് ബാച്ച് കണ്ട റെഗുലർ MPWTF എന്ന് പറഞ്ഞതല്ല, അത് കൊടുക്കുന്നു. ഇനി ക്ലാസ് എല്ലാവർക്കും നമ്മൾ ഒരേ ക്ലാസ് തന്നെ കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഫ്ലോറിന് കൊടുക്കണം. ഡേറ്റ് ഓഫ് അഡ്മിഷൻ. അതിനുശേഷം ഇവിടെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കോഴ്സ് ഫീ 2000 ഒന്നും തന്നിട്ടില്ല. ഇപ്പം അഡ്വാൻസ് ഫുള്ള് തന്നാൽ ഇവിടെ 2000 കൊടുക്കും. 1000 തരുന്നെങ്കിൽ 1000 ഒന്നേ ഇടുള്ളൂ. ഇപ്പം നമ്മൾ എമൗണ്ട് ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല. സേവ് കൊടുത്തു. അപ്പൊ അതിന്റെ ബാലൻസ് നമ്മൾ പിന്നെ എവിടെയെങ്കിലും ചേർക്കണം. ഇപ്പൊ 4000 രൂപ ഫീസിന്റെ 1000 രൂപ ആ കുട്ടി തന്നു. അത് നമ്മൾ ഫീ ഡീറ്റെയിൽസ് എടുക്കൂലേ, അപ്പൊ അതിൽ പെൻഡിങ് ലിസ്റ്റ് ഉൾപ്പെടെ വരും. ഇതിപ്പോ നമ്മൾ ഫീസ് ഒന്നും വാങ്ങാതെ അഡ്മിഷൻ കൊടുത്തേക്കുന്ന എന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ കൊടുത്ത LDC
മെയിൻസിൽ ഒരാളിന് അഡ്മിഷൻ കൊടുത്തു. അതൊരു ഫോർമർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഒരു പുതിയ സ്റ്റുഡൻറ് വന്നു, പുതിയ സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ കൊടുക്കാം. അപ്പോൾ പുതിയ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ കൊടുക്കാനായിട്ട് സ്റ്റുഡൻസിന് രജിസ്ട്രേഷൻ അപ്പോൾ പുതിയൊരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ കൊടുക്കണം. ഡിഗ്രി, മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണേ. കണ്ടോ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും മൊബൈൽ നമ്പർ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന്. മൊബൈൽ നമ്പർ എന്താ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സമയം പോകും. 10-12 പേര് പിന്നീട് കൊടുക്കണം. 10-12 പേര് ഒരുമിച്ച് അഡ്മിഷൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരാളുടെ ലിസ്റ്റ് ഫുള്ള് ഇതിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നവരും മുഷിയും, കുറയും. അതുകൊണ്ട് പെട്ടെന്ന് മെയിലോ ഫീമെയിലോ കൊടുത്ത് അവരെ ഫോൺ നമ്പറും കൊടുത്ത് പെട്ടെന്ന് അഡ്മിഷൻ കൊടുക്കണം. എന്നിട്ട് തിരക്ക് ഒഴിയുമ്പോഴത്തേക്കും ഓരോന്നായിട്ട് എടുത്ത് വെച്ച് ഈ അപ്പോൾ ഒരു ID കാർഡ് നമ്പർ വരും, അത് വെച്ചങ്ങ് ഇതാണ് ഇതിപ്പോൾ അഡ്മിഷൻ കൊടുത്തിട്ട് നമ്പർ വരും. ആ നമ്പർ നമ്മൾ ഫില്ല് ചെയ്ത് സേവ് ചെയ്യുമ്പോഴാണ് സേവ് ചെയ്ത് ഇവിടെ ഒരു ID നമ്പർ വരും. അതുകൊണ്ട് ഇത് സേവ് ചെയ്യത്തില്ല കേട്ടോ, മനസ്സിലായോ? ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു കുട്ടിയെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമ്മൾ അതിന് സേവ് കൊടുത്താൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു നമ്പർ വരും. അതുകൊണ്ട് സേവ് ചെയ്യുന്നില്ല. അല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടേ ഇപ്പൊ ഒരു 5 കുട്ടികളെ നമ്മൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് ആ ഒരു ബാച്ചിലേക്ക് നമ്മൾ 5 പേരെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ബാച്ചിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇപ്പൊ ഇത് തൽക്കാലം ചെയ്യുന്നില്ല, അങ്ങനെയല്ലേ പറഞ്ഞു. പക്ഷെ പുതിയ കുട്ടികളൊന്നും നമ്മളിപ്പോ അങ്ങനെ ചെയ്യുന്നില്ല. സേവ് കൊടുത്താലേ പിന്നെ ബാച്ച് ക്ലാസ് നേരത്തെ കൊടുത്ത ക്ലാസ് ഫസ്റ്റ് ഫ്ലോറല്ലേ, അതുകൊണ്ട് ഇതിന് ഫസ്റ്റ് ഫ്ലോർ തന്നെ കൊടുത്ത് ഡേറ്റ് ഓഫ് അഡ്മിഷൻ കൊടുത്തിട്ട് സേവ് ചെയ്താൽ മനസ്സിലായോ? ശനിയാഴ്ച വരാൻ പറയാം. ഇവിടെയല്ലേ ഇരിക്കുന്നത്, ഇവിടെയല്ലേ ഇരിക്കുന്നത്. അവരെ കൊണ്ടാണോ? അവരെ കൊണ്ട് തന്നെ അതെ. മ്യൂട്ടാണോ? പുതിയ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നതാണ്. പുതിയ പേര്, അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ മസ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഫോൺ നമ്പർ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ID നമ്പർ എഴുതി കാണിക്കും. ആ ID നമ്പർ എന്ന് വെച്ചാൽ ഫോം വരുന്നല്ലോ, ആ ഫോം കണ്ടോ, ആ ID നമ്പർ തന്നെ ആ ഫോമിലോട്ട് എഴുതി വയ്ക്കണം. കാരണം പിന്നീട് ഈ ഫോം ID നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് വീണ്ടും എടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഫോമിൽ അപ്പൊ തന്നെ ID നമ്പർ മുകളിൽ എഴുതിക്കോണം. ഇവിടെ സേവ് ചെയ്ത് പറഞ്ഞ ഇവിടെ ഒരു ID നമ്പർ വരും. ഇപ്പൊ ഇതിന്റെ കൺഫ്യൂഷൻ ആയിട്ട് നമ്പർ ആയിരിക്കും വേണ്ട. ഡിലീറ്റ് ചെയ്ത വെച്ചാൽ ആ നമ്പർ മിസ്സായി പോയാലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് സേവ് ചെയ്തത്. ഇതിപ്പോ സേവ് ചെയ്യാത്തത് അതുകൊണ്ടാണ് ന്യൂസിലേക്ക് നമ്മളിപ്പോ ആ ബാച്ചിലോട്ട് ആഡ് ചെയ്യാത്തത്. എനിക്ക് മനസ്സിലായല്ലേ? ഇവിടെ ID നമ്പർ വരും, നമ്മൾ ഡിലീറ്റ് ചെയ്താലും ഈ സേവ് ചെയ്താൽ ഉടനെ ഇതിൽ അഡ്മിഷൻ ബാച്ചിലോട്ട് ആഡ് ആവും. രണ്ടുപേരാ. പക്ഷെ ഈ കുട്ടി ഇതിങ്ങനെ ആയതുകൊണ്ടാണ് കൊടുക്കാത്തത്. പുതിയൊരു നമ്പർ വരും, പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ ഈ നമ്പർ കണ്ടിന്യൂഷൻ പോയാലോ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സേവ് ചെയ്യാത്തത്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുക. ഇവിടെ കോഴ്സ് ഫീ ആണ്, അതിന് അഡ്വാൻസ് എത്രതായിരുന്നോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആണ് സേവ് ചെയ്യാറുള്ളത്. സേവ് ചെയ്യുമ്പോൾ ഇവിടെ റെസീപ്റ്റ് എന്നൊരു കോളം കൂടെ വരും, എഴുതി കാണിക്കുകയും ചെയ്യും. അതാണ് ഇത് സേവ് ചെയ്യാത്തത് കൊണ്ട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാര്യമില്ലേ? അത് നമുക്ക് വീണ്ടും ഒരു 5-6 പഴയ പിള്ളേർക്ക് തന്നെ അഡ്മിഷൻ കൊടുക്കാം. ഈ പഴയ പിള്ളേർക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ അവർക്ക് ഈ വരുന്ന സ്റ്റുഡന്റ് ID പുതിയതല്ലേ?
അല്ല, അവർക്ക് പഴയ നമ്പർ തന്നെ വരും. രജിസ്ട്രേഷൻ എടുത്താലേ പുതിയ ID നമ്പർ വരുള്ളൂ. ഫോർമർ സ്റ്റുഡന്റിന് എല്ലാവർക്കും ID നമ്പർ ഉണ്ട്. വേഗം ഒരു 5 പേർക്ക് നമ്പർ തന്നു എനിക്ക്. എല്ലാം നിങ്ങളെല്ലാം പ്രസ് ചെയ്ത് അല്ല അവൻ സ്ഥാപനം നടത്തുന്നല്ലേ. ഇത് എവിടെന്ന് വെച്ചാല് അങ്ങനെയല്ല. ഇതിപ്പോ ഒരു പറഞ്ഞതിലൊരു പാളിച്ചയുണ്ട്. നടത്തുന്നല്ല, നമ്മളെ അംഗങ്ങൾ എന്ന് പറയേണ്ടതാണ്. അംഗങ്ങൾ ഞങ്ങളെന്ന് പറയുന്നത് നടത്തുന്നതായി പോയത്, സ്ഥാപനം നടത്തുമ്പോൾ. അത് കുഴപ്പമില്ല. അതെന്തായാലും എനിക്കിപ്പോ ഇത് ലിങ്ക് ഇടുമല്ലോ. എളുപ്പമായി കണ്ടാ, പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഫ്ലോർ ആണ് കൊടുക്കുന്നത്. അടുത്ത് ഫീസൊന്നും മേടിച്ചില്ല. അങ്ങനെ സംശയമെല്ലാം ഇട്ടിരുന്നത് ഞാൻ മുഴുവൻ കേട്ടിട്ട് അല്ലോ ഇതിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ പറയും വിട്ടത്. കോഴ്സ് ഫീ അല്ലേ 2000 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ആ 2000 അവിടെ രേഖപ്പെടുത്തണ്ടേ? പക്ഷെ പൈസ വാങ്ങിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് 2000 ബാലൻസ് ഫീയിൽ ഇപ്പൊ 2000 വരും. പൈസ വരും. പക്ഷെ പൈസ വാങ്ങുന്നത് ഇൻകം വന്നില്ലേ. നമ്മള് ഇപ്പൊ ഒരു കുട്ടി വന്നേക്കുമ്പോ നമ്മൾ അവിടെ 2000 രേഖപ്പെടുത്തും. ഫീസ് തരുമ്പോഴത്തേക്കും അതിവിടെ അഡ്വാൻസ് ഫീ ഉണ്ട്. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എത്ര രൂപയാണോ തന്നത് അത്ര. 2000 ടൈപ്പ് ആ കുട്ടി എത്രയാണോ തന്നത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സേവ് കൊടുക്കണം. കണ്ട അപ്ഡേറ്റ് സക്സസ്ഫുൾ. ഇപ്പൊ 2 പേർക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട്. ഇനി അടുത്തൊരാൾ. ഇപ്പൊ പറയാതെ എഴുത്തിപ്പിടി കിട്ടിയായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും സമയം എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ നോക്കിയിട്ട് പിന്നെ ഫോൺ നമ്പർ എല്ലാം വെച്ച് ചോദിച്ച് ഗാർഡിയന്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എന്നൊക്കെ ചോദിച്ച് ഉറപ്പാക്കിയിട്ട് അഡ്മിഷൻ കൊടുക്കും. അതിന് 2 ഫോൺ നമ്പറുണ്ട്. സൗമ്യ കേസിന്റെ ഈ ID നമ്പർ, ഈ ഫോൺ നമ്പറൊക്കെ തന്നെ. ഫോൺ നമ്പറിന് ഇപ്പൊ മാറ്റം ഉണ്ടോ അതൊക്കെ ചോദിച്ചു പോകണം. മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്തും പോവാം. ഫോൺ നമ്പർ മാറ്റം ഉണ്ടെങ്കിൽ അത് ഇവിടെ ഗാർഡിയന്റെ പേരും ഗാർഡിയന്റെ ഫോൺ നമ്പറും കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. കണ്ട ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ വാങ്ങിച്ച് ഇവിടെ കൊടുക്കാം. പിന്നെ റീമാർക്ക് കൊടുത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കാം. ഇപ്പൊ 5 പേരായില്ലേ. ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ അഡ്മിഷൻ എടുത്ത എല്ലാവരുടെയും കൂടെ ഫീ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറയുമ്പോൾ നമ്മൾ ഫീ ഡീറ്റെയിൽസ് എടുക്കാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ട്. ആദ്യം റിപ്പോർട്ട്സിൽ ഫീ ഡീറ്റെയിൽസിൽ കോഴ്സ് ഇപ്പോൾ ലാസ്റ്റുള്ള കോഴ്സ് ഏതാണ്? ക്രാഷ്. ആ കോഡ് വരും. കണ്ട 19 ഒക്ടോബർ ഇവിടെ ഫുള്ള് വന്നതാണ്. തുടങ്ങിയ ഡേറ്റ് ഇത്ര വരും. ബാച്ച് ഇപ്പൊ ഇത് ഒരു ക്ലാസ്സിൽ മാത്രം ഇരിക്കുന്ന പിള്ളേർ മാത്രമേ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോർ മാത്രം. അതുകൊണ്ട് നമുക്കിവിടെ ബ്ലാങ്ക് ഇട്ട് കൊടുത്താലും വരും. അതല്ല ഇപ്പൊ നമ്മള് 2 ബാച്ചുണ്ട്. ഒരു ബാച്ച് ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുന്നു, വേറൊരു ബാച്ച് റൂം 2 ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ അഡ്മിഷൻ കൊടുക്കുമ്പോഴത്തേക്കും ക്ലാസ് ഫസ്റ്റ് ഫ്ലോർ എന്നും പറഞ്ഞ് കുറച്ച് പിള്ളേർ കാണും, റൂം 2 എന്നും പറഞ്ഞ് കുറച്ച് പിള്ളേർ കാണും. അപ്പൊ നമ്മളിപ്പോ ഒരു ബാച്ചിലേക്ക് ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കും. അടുത്ത ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും, റൂം 2 ആയിരിക്കും. അപ്പൊ സാറ് പറഞ്ഞത് റൂം 2വിന്റെ അഡ്മിഷനാണ് എടുക്കാൻ പറയുന്നത്, ഫീ ലിസ്റ്റാണ് എടുക്കാൻ പറയുന്നതെങ്കിൽ ഇവിടുന്ന് റൂം 2 മാത്രം എടുക്കണം. അപ്പൊ ഇതിപ്പോ ഒറ്റ ക്ലാസ്സേ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ഫ്ലോറിന്റെ മാത്രം മതി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കൊടുക്കണം. പിന്നെ ഇപ്പൊ ഫസ്റ്റ് ഫ്ലോർ കൊടുത്തില്ലെങ്കിലും വരും. കാരണം എന്താണെന്ന് അറിയാമോ?
വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇവിടെ ഫസ്റ്റ് ഫ്ലോർ ഒന്നും കൊടുക്കാതെ ബ്ലാങ്ക് ഇട്ട് കൊടുക്കാം. ജനറേറ്റ് റിപ്പോർട്ട് ബ്ലാങ്ക് ഇട്ട് കൊടുത്താൽ ഇത് തന്നെ മതി. കാരണം വേറെ ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് റൂം 2-ല് 2 പേർക്ക് അഡ്മിഷൻ കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് എടുത്ത് ഓർമ്മയുണ്ട. ഇത് കണക്ക് വീണ്ടും ഒരു ക്രാഷ് കോഴ്സ് ബാച്ച് റെഗുലർ ചെയ്തിട്ട് ക്ലാസ് റൂം 2 എന്ന് എഴുതി കാണിച്ചു തരും. അപ്പൊ ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ അയക്കാൻ പറ്റില്ല. അത് നമ്മൾ എക്സലിലോട്ട് ആക്കണം. എക്സലിലോട്ട് ആക്കാം. ഇവിടെ വന്നിട്ട് പിന്നെ എന്താ പെൻഡിങ് എന്ത് ഫീസ് പറ്റി? ഞാൻ രാത്രി കണ്ട് പറയാല്ല. അത് കഴിഞ്ഞിട്ട് അതിൽ രാത്രി കണ്ട് പറയല്ല. റിപ്പോർട്ട് എടുത്ത് അപ്പൊ ഇതും കൂടെ ഇട്ടിരുന്നാൽ മതി. എവിടെയാണ് സേവ് ചെയ്യുന്നത്? നേരെ ഗൂഗിൾ ഡ്രൈവിൽ ഇടാൻ പറ്റുമല്ലോ. ഫയൽ നെയിം കൊടുക്കണം. ഫയൽ നെയിം LDC നോക്കണം. ഫസ്റ്റ് ഫ്ലോറിന് കൊടുത്താൽ നമുക്ക് ഇപ്പൊ രണ്ടുപേരും അഡ്മിഷൻ അല്ല, എടുത്താൽ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ട് പഠിക്കണം. അപ്പൊ അത് ചെയ്യാമല്ലോ. റൂം 1 റൂം 1 കൊടുക്കണം. ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് അറിയാനായിട്ട് അല്ല, ഗൂഗിൾ ഡ്രൈവ് ആകുമ്പോൾ അല്ല, കംപ്രസ് ചെയ്തിട്ട് തന്നെയാണ് MP4 ആക്കിയിട്ട് തന്നെയാണ് ഗൂഗിൾ ഡ്രൈവ് ആക്കുന്നത്. ഓ, നോക്കണം എന്താണ് സൗകര്യം, അതെന്ത് ചെയ്യണം. ശരി. വേറെ മൈക്രോസോഫ്റ്റ് എക്സലില് നേരത്തെ ഇതിൽ ഡാറ്റ ഉള്ളിൽ എടുത്താൽ ഡാറ്റ ഉള്ളി കൊടുത്ത് സേവ് കൊടുക്കും. അങ്ങോട്ട് എത്തുകൊണ്ടിരുന്നു മക്കളെ, അങ്ങോട്ട് എത്തുകൊണ്ടിരുന്നു. ആ തറയിലൊന്നും ഇടല്ലേ, വെളിയിലൊന്നും പോവല്ലേ. എക്സ്പോർട്ട് കംപ്ലീറ്റഡ്. ഓക്കെ, ഇത് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ സേവ് ചെയ്ത പേരെന്തോന്നായിരുന്നു? LDC ക്രാഷ് ഫസ്റ്റ് ഫ്ലോർ. ആ കവറിനകത്തുണ്ട്. അത് എവിടെ നിന്ന് നമ്മളിത് കോളങ്ങളൊക്കെ വലുതാക്കാനൊക്കെ അറിയാമല്ലോ. അല്ല, ഇതിപ്പോ കറണ്ടായി. ഇനി ഡിസ്കണ്ടിന്യൂഡ് ആക്കുന്നത് പറഞ്ഞുതരാം. -9 വന്നത് എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. ഇങ്ങനെയാണ് പി ലിസ്റ്റ് എടുത്തിട്ട് സാധനം ഇതൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് അയച്ചു കൊടുക്കണം. എന്നിട്ട് ഇവിടെ അതിന്റെ പേര് ടൈപ്പ് ചെയ്യണം. LDC ക്രാഷ് ഫസ്റ്റ് ഫ്ലോറിന് അവിടെ പേര് അങ്ങനെ ടൈപ്പ് ചെയ്തെടുക്കണേ. ഇവിടെ ഹെഡിങ് അതിലൊരു പേര് വന്നില്ലേ, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യണം. LDC ക്രാഷ് ഫസ്റ്റ് ഫ്ലോറിന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതങ്ങ് അയച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഈ അറ്റൻഡൻസ് എടുത്ത് ഈ നമ്പർ എല്ലാം എഴുതിയെടുത്തോ. അതുകൊണ്ട് ഇവർ ID നമ്പർ എഴുതിയെടുത്തോ. ഡിസ്കണ്ടിന്യൂഡ് ആയിട്ട് പറഞ്ഞുതരാം. നമുക്കിനിപ്പോൾ 3 പേരെ അങ്ങ് ഡിസ്കണ്ടിന്യൂഡ് ആക്കാം. 3 മതി. ഇതിപ്പോ നമ്മള് അഡ്മിഷൻ എടുത്ത ഫുൾ ലിസ്റ്റാണ്. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റ് എടുക്കാനായിട്ട് വരുമ്പോൾ ഈ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് മുമ്പ് സ്റ്റുഡൻസിന് സെർച്ച് എടുത്തിട്ട് ID നമ്പർ ഉള്ളത് ID നമ്പർ എഴുതാം. അറ്റൻഡൻസ് ഷീറ്റിൽ ID നമ്പർ കാണത്തില്ല, പേര് മാത്രമേ കാണുള്ളൂ. ആ പേര് മാത്രം വെച്ചായിരിക്കും അത് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ID നമ്പർ പറയാം. ID നമ്പർ എഴുതി ഏതാണ്? ഇപ്പോഴത്തെ ബാച്ചാണല്ലേ. രമ്യ D എടുത്തിട്ട് ഇത് കണ്ട അതിൽ മോഡിഫൈ കൊടുക്കണം. മോഡിഫൈ കൊടുത്തിട്ട് ഒരു സ്റ്റുഡൻസിനെ ഡിസ്കണ്ടിന്യൂ ആക്കാൻ ചെയ്യുന്നതാണ്. സ്റ്റുഡൻസ് എടുത്ത് സെർച്ച് എടുത്ത് ലാസ്റ്റ് ഉള്ള കോഴ്സിൽ മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റാറ്റസ് എടുത്തിട്ട് ആ സ്റ്റാറ്റസ് അങ്ങ് ഡിസ്കണ്ടിന്യൂഡ് ആക്കണം. കണ്ട, സ്റ്റാറ്റസ് അങ്ങ് ഡിസ്കണ്ടിന്യൂഡ് ആക്കിയിട്ട് സേവ് കൊടുത്തു. ഇപ്പൊ ഒരാൾ ഡിസ്കണ്ടിന്യൂഡ് ആക്കി. അടുത്ത ID നമ്പർ സെർച്ച് ചെയ്ത്
സെർച്ച് ചെയ്ത് ഇപ്പോൾ ഒരു സൗമ്യ എടുത്തിട്ട് ലാസ്റ്റ് കോഴ്സ് വരുന്ന കോഴ്സില്ലല്ലോ അതിനാ ഇവിടെ നമ്മൾ എൻട്രി ചെയ്ത ആ കോഴ്സ് വരണ്ടേ? അല്ലെ കോഴ്സ് വന്നേന്നാണോ മോഡിഫൈ ചെയ്യാനുള്ളത്? കോഴ്സ് കൊടുത്തേക്കുന്നതാണ് മോഡിഫൈ ചെയ്യാനുള്ളത്. മോഡിഫൈ കൊടുക്കുമ്പോഴത്തേക്ക് അതെവിടെ സ്റ്റാറ്റസ്? എവിടെ സ്റ്റാറ്റസ്? സ്റ്റാറ്റസിന്റെ അവിടെ ഡിസ്കണ്ടിന്യൂ കൊടുക്കും. ഇവിടെയാണ് ഡിസ്കണ്ടിന്യൂ കൊടുക്കുന്നത്. സേവ് ചെയ്തായിരുന്നോ നേരത്തെ? സേവ് ചെയ്യണം. വേറെ ചെയ്ത് നോക്ക്. സ്റ്റാറ്റസിന്റെ അവിടെ എന്തോന്നാണ് ഡിസ്കണ്ടിന്യൂ കൊടുക്കണം അല്ലേ? ഇതിനെയും ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നല്ലേ? സെർച്ച് ചെയ്ത് അവിടെ ഐ ഡി നമ്പർ മാറ്റി കൊടുക്കണം. എന്നിട്ട് സേവ് ചെയ്യണം. 1444994. 19994. സെർച്ച് എടുക്കാൻ എൽ ഡി സിയിലുള്ള താഴെ വന്ന് എൽ ഡി സി ക്രാഷ് മോഡിഫൈ ഒറ്റ തവണ ക്ലിക്ക് മതി. എന്നിട്ട് ഈ കറണ്ട് എന്നുള്ളത് മാറ്റി മോഡിഫൈ ഡിസ്കണ്ടിന്യൂ. 1602 ചെയ്ത് 1602 ടൈപ്പ് ചെയ്യോ? നമ്മൾ ചെയ്ത് കേട്ടോ. മൂന്നാമത്തെ അല്ല, ഒന്ന് ചെയ്ത് ഒന്ന് ഇയാള് ചെയ്ത് ഒന്ന് ഞാൻ ചെയ്ത് റിപ്പോർട്ട്സ് എന്നിട്ട് ഇവിടെ എന്താണ് കോഴ്സ് കൊടുത്താൽ മതി അല്ലേ? കറണ്ട് ഉള്ളത് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ അറ്റൻഡൻസ് അയക്കുമ്പോഴത്തേക്കും കുറച്ച് പേര് ഇപ്പോൾ ഒരാഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് 10 പേര് വന്നില്ല. അവരെല്ലാവരും നമ്മൾ ഡിസ്കണ്ടിന്യൂഡ് ആക്കിയിട്ടാണ് ഫീ ലിസ്റ്റ് എടുത്ത് സാറിന് അയക്കാനുള്ളത്. മനസ്സിലായോ? പിന്നെ അവർ പിന്നെ വരും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ച വരാതിരുന്നവർ അടുത്ത അറ്റൻഡൻസ് ഷീറ്റിൽ കൊടുക്കുമ്പോഴത്തേക്കും അവർ വന്ന് താഴെ പേരെഴുതി സൈൻ ചെയ്യും. നമ്മൾ അപ്പോൾ ഇതിന് ക്ലാസ്സിൽ അറ്റൻഡൻസ് ഷീറ്റ് കൊടുക്കുമ്പോൾ ഈ 3 പേര് കാണില്ലേ? ഇവരെ പേര് മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ഒരാഴ്ച വരാതിരുന്നവർ ഇത് കൊടുത്തപ്പോൾ വീണ്ടും വന്നു തുടങ്ങി. അപ്പോൾ അവർ പറയും ഇതിൽ പേരില്ലെന്ന്. അപ്പോൾ താഴെ അവർ സാധാരണ ചെയ്യുന്നത് അവർ താഴെ പേര് എഴുതിയിട്ട് അവർ സൈൻ ചെയ്യും. ഇപ്പൊ ഈ ലിസ്റ്റ് എടുക്കാൻ മനസ്സിലായില്ലേ? ഇനി റിപ്പോർട്ട് കൊടുക്കണ്ടല്ലോ, എക്സലിൽ കൊടുക്കണ്ടല്ലോ, മനസ്സിലായല്ലോ? അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് വീണ്ടും വന്നു തുടങ്ങി. വീണ്ടും വന്നു തുടങ്ങുമ്പോഴേക്കും നമ്മളിപ്പോൾ ഇവരെ വീണ്ടും ഇനി എന്ത് ചെയ്യണം? ഈ ഡിസ്കണ്ടിന്യൂഡ് ആയവരെ പിന്നെ എന്ത് ചെയ്യണം? കറണ്ട് ആക്കണം. കറണ്ട് ആക്കാൻ വീണ്ടും നമുക്ക് സ്റ്റുഡൻസ് എടുത്ത് സെർച്ച് എടുത്തിട്ട് അവരെ പേര് ടൈപ്പ് ചെയ്യും. ആ എഴുതി സൈൻ ചെയ്തേക്കുന്ന പേരുണ്ടല്ലോ, ആ പേര് ടൈപ്പ് ചെയ്യും. നമുക്ക് ഐ ഡി നമ്പർ ഉള്ളതുകൊണ്ട് നമ്മൾ ഐ ഡി നമ്പർ കൊടുക്കും. അത് കൊടുത്താൽ ഇതിപ്പോ മനസ്സിലാവുന്നു. ഇപ്പൊ കുറച്ച് മനസ്സിലാവുന്നു. ചെയ്തു നോക്കുമ്പോൾ ആദ്യം ഒരു പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അല്ല, ആദ്യം എനിക്ക് ഒരു ഇതായിരുന്നേ. ഇത്ര വർഷമായതുകൊണ്ടേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിയായതാണ്. 1105 അല്ലേ? നമുക്ക് ഇതിലിപ്പോ നമ്പർ ഉള്ളതുകൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തോണ്ട് ഈ ആളിനെ ഡിസ്കണ്ടിന്യൂ ചെയ്താണ് കണ്ട. അത് എടുത്തിട്ട് നമ്മളിപ്പോ നമ്മള് ആ ബാച്ച് നോക്കണം. എന്താണ്ട് LDC ക്രാഷ് ഒക്ടോബർ 2021 ഫസ്റ്റ് ഫ്ലോറിൽ ഡിസ്കണ്ടിന്യൂഡ് ആയി കിടക്കുന്നുണ്ട. അതിന് ഇവിടെ മോഡിഫൈ കൊടുത്തിട്ട് ഈ ഡിസ്കണ്ടിന്യൂഡിനെ എടുത്ത് കറണ്ട് ആക്കി സേവ് ചെയ്യും. ആ ഇപ്പൊ ഒരാളിന് ഇതൊക്കെ കൊടുത്തല്ലോ, നമുക്ക് ഇനി വീണ്ടും ഫീ ലിസ്റ്റ് എടുത്ത് നോക്കാം. അങ്ങനെ എളുപ്പം ഫീ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. കോഴ്സ് കൊടുക്കും.
എന്തോന്നടാ അതൊന്നും അറിഞ്ഞിട്ടില്ല. 3 ആയത് കേട്ടോ. അപ്പൊ ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഡിസ്കണ്ടിന്യൂ ആയ ആള് വീണ്ടും വന്നു തുടങ്ങിയപ്പോൾ അവരെ കറണ്ട് ആക്കിയിട്ട് വീണ്ടും ഫീ ലിസ്റ്റ് എടുക്കുമ്പോൾ അവരെ പേരതി വരും. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഐ ഡി നമ്പർ ഇല്ലെങ്കിൽ പേര്, ഐ ഡി നമ്പർ ഇല്ല, പേര് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മള് ഡിസ്കണ്ടിന്യൂ ചെയ്ത അടുത്ത ആളാരാണ്? 1602 അല്ലേ? നമുക്ക് അതിന്റെ പേര് അറിഞ്ഞൂടല്ലേ? 1602 പേര് അറിഞ്ഞൂടല്ലേ? നോക്കിയിട്ട് എടുക്കാം. 1602 കൊടുക്കണം. സീമയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഐ ഡി നമ്പർ അറിഞ്ഞൂടാ, പേര് മാത്രമേ അറിയൂ. സീമ ആർ എസ് എന്ന് ടൈപ്പ് ചെയ്യും. RS സ്പേസ് കൊടുത്തോണ്ടായിരിക്കും വരാത്ത. കണ്ട പേര് വരും. ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ ഫുൾ നെയിം കാണിക്കും. കണ്ട, സീമ RS. സ്പേസ് കൊടുക്കാതെയാണ് ഇനിഷ്യൽ അടിച്ചേക്കുന്നത്. സീമ RS വന്നേ. ഐ ഡി നമ്പർ നമുക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ ഈ സീമ RS നോക്കും. ഈ സീമ RS LDC ക്രാഷിൽ ഉണ്ടാകും നോക്കും. ഉണ്ടാകും. കണ്ട, LDC ക്രാഷിൽ സീമ ഉണ്ട്. കറണ്ടായിട്ട് ഇതൊക്കെയല്ലേ? കറണ്ട് ആക്കിയായിരുന്നു, ഡിസ്കണ്ടിന്യൂ ആക്കിയില്ലായിരുന്നു. അപ്പൊ അതിനല്ല 12,730. എന്തായാലും ഇപ്പൊ പേര് മാത്രം കിട്ടിയ ഒരാളിനെ എടുക്കാൻ മനസ്സിലായല്ലേ? ഇതുപോലെ നോക്കിയാൽ മതി. അത് പേര് നോക്കിയിട്ട് ബാച്ചിൽ നോക്കണം. ആ ബാച്ചിൽ ഉണ്ടാന്ന് നോക്കിയാൽ മതി. ബാച്ചിൽ നോക്കുമ്പോ അറിയാലോ. ഇപ്പൊ നമുക്ക് അറിയാലോ ഇപ്പൊ ഉള്ള കോഴ്സ് ഏതാണെന്ന്, അത് ഏത് ബാച്ചാണെന്ന് നമുക്ക് നോക്കുമ്പോ രണ്ട് ക്രാഷ് കോഴ്സ് തന്നെ മൺഡേ ടു ഫ്രൈഡേ. അതെന്തായിട്ട് നോക്കിയാലുണ്ട് HSA ഉണ്ട്. 2 പേരുണ്ട്. ഹോളിഡേ ബാച്ച്, വീക്കെൻഡ് ബാച്ച് നടക്കുന്നുണ്ടാ. അപ്പോൾ ഈ ഇതിൽ തന്നെ ഇപ്പൊ ഈ ക്രാഷ് കോഴ്സിന്റെ തന്നെ ഒരു ഹോളിഡേ ബാച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ കാണും ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിങ്ങനെ കാണും. മനസ്സിലായോ? LDC ക്രാഷ് കോഴ്സിൽ തന്നെ 2 ബാച്ച് ഉണ്ട്. ഒരു ബാച്ച് എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേയും, ഒരു ബാച്ച് ഇപ്പൊ സാറ്റർഡേ സൺഡേയും ആണെങ്കിൽ ഇവിടെ ഇതിന് 2 ബാച്ചിൽ കാണിക്കും. മനസ്സിലായോ? അതായത് ഇപ്പൊ ആദ്യം അത് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് വന്നിട്ട് സാറ്റർഡേ സൺഡേ വരാൻ പറ്റുമോ എന്ന് പറയുമ്പോഴത്തേക്കാണ് അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചത്. ഇതുപോലെ ആ ബാച്ച് എടുക്കും, മോഡിഫൈ എടുക്കണം. LDC ക്രാഷിൽ ഇവിടെ മോഡിഫൈ കൊടുത്തിട്ട് ആ സ്റ്റാറ്റസ് കൊടുക്കണ്ട. അവിടെ ട്രാൻസ്ഫർ അല്ലല്ല അതല്ല.